ഒരു ഭാഗത്ത് CPM-ന്റെയും BJP-യുടെയും സ്ഥാനാർത്ഥികൾ പ്രചാരണം നടത്തുന്നു, ഫ്ലെക്സ് അടിക്കുന്നു, പോസ്റ്റർ ഒട്ടിക്കുന്നു, റോഡ് ഷോ നടത്തുന്നു. അപ്പോഴും കോൺഗ്രസിന് പട്ടികയായിട്ടില്ല. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ദിവസം 3 തർക്കം തുടരുന്നതിനാൽ കണ്ണൂരും കോന്നിയും ഒഴിവാക്കിയായിരിക്കും പ്രഖ്യാപനം. രണ്ടാം ഘട്ട പ്രഖ്യാപനം എന്നാണ് സൂചന. കെ സുധാകരൻ എന്നൊരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു, അത് മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം ഇതുവരെ പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇപ്പോഴും ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് വിഷ്ണു പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിഷ്ണു, ഇന്ന് കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട പട്ടിക ഉണ്ടാകുമോ? രണ്ടാം ഘട്ട പട്ടിക അല്പസമയത്തിനകം തന്നെ കോൺഗ്രസിന്റെ ഡൽഹിയിലെ ആസ്ഥാനത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 40ഓളം സീറ്റുകളിലാണ് ഇനി കോൺഗ്രസ് പ്രഖ്യാപനം നടത്തേണ്ടതുള്ളത്. പ്രധാനമായും മധ്യ കേരളം, അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ മേഖലകളിലെ പട്ടികകളാണ് ഇനി പുറത്തു വരാനുള്ളത്. ഈ പട്ടികയിൽ തന്നെ നേരത്തെ സണ്ണി ജോസഫ് നൽകിയ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് 40 സീറ്റുകളിലേക്കുമുള്ള പ്രഖ്യാപനം ഇന്ന് ഉണ്ടായേക്കില്ല എന്നാണ്. 5ഓളം സീറ്റുകൾ ഇപ്പോഴും ആശങ്കയിലാണ്. അതായത് 5ഓളം സീറ്റുകളുടെ പ്രഖ്യാപനം ഇനിയും വൈകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ പ്രധാനമായും ഒറ്റപ്പാലം, കണ്ണൂർ, കായംകുളം, കോന്നി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രഖ്യാപനമായിരിക്കാം ഒരുപക്ഷെ വൈകുന്നത്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചും ഇന്ന് ചേരുന്ന CEC യോഗം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 35 അംഗ പട്ടിക കൂടി പുറത്തു വന്നാൽ ഇപ്പോൾ പ്രചരണത്തിൽ പിന്നോട്ട് പോയിട്ടുള്ള കോൺഗ്രസിനെ മുൻനിരയിൽ എത്തിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട് നേതാക്കൾക്ക്. പ്രധാനമായും ഇനി ഈ പട്ടിക പുറത്തു വന്നാൽ അതിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ ഇനി 4 ദിവസത്തെ സമയം മാത്രമേ ബാക്കിയുള്ളൂ. സഖ്യകക്ഷികളുമായുള്ള സീറ്റ് വിഭജനമെല്ലാം പൂർത്തിയായി എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ അറിയിക്കുകയും ചെയ്തു. 95 സീറ്റുകൾ കോൺഗ്രസിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ തന്നെ വിമതരെ പിന്തുണയ്ക്കുന്ന സീറ്റുകൾ. ഇന്ന് രാത്രി വൈകി ഇപ്പോൾ രണ്ടാം ഘട്ട പ്രഖ്യാപനം വന്നാലും അതിൽ കണ്ണൂരിന്റെ കാര്യത്തിൽ തീരുമാനമില്ല, കോന്നിയുടെ കാര്യത്തിൽ തീരുമാനമില്ല. തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ. കാരണം കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരൻ 1 ഇഞ്ച് പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് തുടരുന്നത്. അങ്ങനെ ഒരു ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ അരീക്കോട് ഉൾപ്പെടെയുള്ള കണ്ണൂരിലെ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകും. സുധാകരന് സീറ്റ് നൽകിയില്ല എങ്കിൽ. അതുകൊണ്ട് തന്നെ പരസ്യ പ്രസ്താവനകളിലേക്കോ വാർത്താ സമ്മേളനത്തിലേക്കോ പോകരുത്, കടുത്ത തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് നേതൃത്വം കെ സുധാകരനുമായുള്ള പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.